ജപ്പാന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷമാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 80 വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഒരു സ്ത്രീ ജപ്പാന്റെ ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. സനെ തക്കൈച്ചി ദേശീയതാഭിമാനികളായ കൺസർവേറ്റീവ് വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവാണ്. പാർട്ടി തെരഞ്ഞെടുപ്പിൽ പുരുഷ സ്ഥാനാർത്ഥികളെ പിന്നിലാക്കി ഇപ്പോൾ പാർട്ടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പാർലമെന്റ് വിശ്വാസ വോട്ടിൽ അവരെ അംഗീകരിച്ചാൽ അവർ ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകും. ഇത് ജപ്പാനിലെ സ്ത്രീ രാഷ്ട്രീയത്തിന് ഒരു വഴിത്തിരിവാകും. ആധുനികതയിലും വിദ്യാഭ്യാസത്തിലും മുന്നേറിക്കൊണ്ടിരുന്നിട്ടും സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ ജപ്പാൻ ഏറെ പിന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ തകൈച്ചിയുടെ വിജയം ഒരു പാർട്ടി വിജയമായി മാത്രം കണക്കാക്കാതെ ജപ്പാന്റെ രാഷ്ട്രീയ ലിംഗസമത്വ ചരിത്രത്തിലെ മഹത്തായ നിമിഷമായും വിലയിരുത്തപ്പെടുന്നു. പാർട്ടിയിലെ ശക്തരായ നേതാക്കളെ പരാജയപ്പെടുത്തിയാണ് തകൈച്ചി വിജയം നേടിയത്. തകൈച്ചിയുടെ മത്സര എതിരാളികളായിരുന്ന പ്രമുഖരിൽ പ്രധാനമന്ത്രിയുടെ പ്രധാന സെക്രട്ടറി യോഷിമാസ ഹയാഷി, മുൻ സാമ്പത്തിക സുരക്ഷാ മന്ത്രി തകായുകി കൊബയാഷി, കാർഷിക മന്ത്രി ഷിൻജിറോ കൊഇസുമി, മുൻ ജനറൽ സെക്രട്ടറി മൊട്ടേഗി എന്നിവരെയാണ് പിന്നിലാക്കിയത്. ഇതിലൂടെ അവർ പാർട്ടിയിലെയും ജനങ്ങളുടെയും പിന്തുണ നേടിയ നേതാവായി മാറി. തകൈച്ചി തന്റെ കോളേജ് കാലത്ത് ഹെവി മെറ്റൽ ബാൻഡിൽ ഡ്രമ്മർ ആയിരുന്നു. ബ്രിട്ടീഷ് നേതാവ് മാർഗരറ്റ് താച്ചറിനെയാണ് തകൈച്ചി തന്റെ രാഷ്ട്രീയ മാതൃകയായി കാണുന്നത്. താച്ചറിനെ പോലെ തന്നെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും വഴങ്ങാതിരിക്കാനും തകൈച്ചിയും ഏറെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ വനിതകളുടെ അവകാശങ്ങൾക്കായി പ്രോഗ്രസീവ് നിലപാട് എടുക്കാറില്ലെന്നും തകൈച്ചിയെക്കുറിച്ച് പറയാറുണ്ട്. സ്ത്രീകൾ വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ പേര് സ്വീകരിക്കണം എന്ന പഴയ നിയമം നിലനിർത്തണമെന്നാണ് തകൈച്ചിയുടെ അഭിപ്രായം. ജപ്പാനിൽ സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്ത് വളരെ പിന്നിലാണെന്നത് യാഥാർത്ഥ്യമാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 2025 ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ 148 രാജ്യങ്ങളിൽ ജപ്പാൻ 118ാമത്തെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ സനെ തകൈച്ചിയുടെ ഈ ഉയർച്ച ജപ്പാനെ ലോകവേദിയിൽ പ്രതീകാത്മകമായി മുന്നോട്ട് നയിക്കും. രാഷ്ട്രീയമായി സനെ തകൈച്ചി മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ പാത പിന്തുടരുന്ന നേതാവാണ്. ജപ്പാന്റെ യുദ്ധവീരരെ അനുസ്മരിക്കുന്ന യാസുകുനി ക്ഷേത്രത്തിലെ തകൈച്ചിയുടെ സ്ഥിര സന്ദർശനം ചൈനയും ദക്ഷിണ കൊറിയയും കടുത്ത പ്രതിഷേധത്തോടെയാണ് കാണുന്നത്. എന്നാൽ ജപ്പാനിലെ ദേശാഭിമാനികൾക്കിടയിൽ ഇത് തകൈച്ചിയുടെ ശക്തമായ ദേശസ്നേഹത്തിന്റെ തെളിവായാണ് കണക്കാക്കുന്നത്. ജപ്പാന്റെ രക്ഷാനയത്തിലും തകൈച്ചി ശക്തമായ നിലപാടാണ് എടുക്കുന്നത്. 2027 രാജ്യത്തിന്റെ പ്രതിരോധ ചെലവ് GDPയുടെ 2% ആഭ്യന്തര പ്രതിരോധ വ്യവസായം വളർത്തുകയും ജപ്പാനെ ഏഷ്യൻ മേഖലയിൽ ഒരു സുരക്ഷാ വിതരണ കേന്ദ്രമാക്കുകയും ചെയ്യുമെന്നതാണ് തന്റെ ലക്ഷ്യമെന്നും തകൈച്ചി പറഞ്ഞു. തകൈച്ചിയുടെ വിജയത്തിന് പിന്നാലെയുള്ള പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ ഉയർന്നതും ഈ നയത്തിന് വിപണിയിൽ ലഭിച്ച ആത്മവിശ്വാസത്തിന്റെ തെളിവാണ്. സാമ്പത്തിക രംഗത്ത് ആബനോമിക്സ് എന്ന രീതിയിലുള്ള സാമ്പത്തിക വികസന നയത്തെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ രാജ്യത്തിന്റെ കടബാധ്യതയെ മുൻനിർത്തിയാണ് തകൈച്ചി മുന്നോട്ടു പോകുന്നത്. ജനങ്ങളുടെ പ്രതിദിന പ്രശ്നങ്ങൾ, വിലക്കയറ്റം, വേതന സ്ഥിരത, തൊഴിൽ സുരക്ഷ എന്നിവയ്ക്കാണ് പ്രധാന മുൻഗണന. വർക്ക് ലൈഫ് ബാലൻസ് എന്ന ആശയത്തിനു പകരം ജപ്പാനെ അനങ്ങാതെ ജോലി ചെയ്യിപ്പിക്കണം എന്നതാണ് തകൈച്ചിയുടെ സന്ദേശം. വിദേശ നയങ്ങൾക്കു മുന്നിലും വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തി ചൈനയുമായും കൊറിയയുമായും സങ്കീർണ ബന്ധങ്ങൾ നേരിടേണ്ടി വരും. അതേസമയം ഇന്ത്യ ജപ്പാന്റെ നേതൃത്വം ഉറപ്പാക്കുന്നതും വലിയ വെല്ലുവിളിയാണ്. തകൈച്ചിയുടെ ഈ അധികാരം ജപ്പാനിൽ സ്ത്രീകൾക്കായുള്ള പ്രതീകാത്മക വിജയം മാത്രമല്ല, രാഷ്ട്രീയമായും വൻ പരീക്ഷണമാണ്. സ്ത്രീയായതിനാൽ തന്നെ ജനങ്ങളുടെ പ്രതീക്ഷയും കൂടുതൽ ഉയർന്നിരിക്കാനും സാധ്യതയേറെയാണ്. LDPയുടെ വിശ്വാസ്യത പുനഃസ്ഥാപിക്കുക, പാർട്ടിയെ ഒരുമിപ്പിക്കുക, അടുത്ത തിരഞ്ഞെടുപ്പിനായി ജനവിശ്വാസം വീണ്ടെടുക്കുക എന്നത് തകൈച്ചിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ മാസം അവസാനത്തോടെ ജപ്പാനിൽ സന്ദർശനം നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ തകൈച്ചിയുടെ നേതൃത്വത്തിൽ ജപ്പാന്റെ അന്തർദേശീയ പ്രതിച്ഛായയും വിദേശ ബന്ധങ്ങളും അടുത്തിടെ കൂടുതൽ ശ്രദ്ധേയമാകുമെന്നതാണ് വിലയിരുത്തൽ. ജപ്പാന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതിയ സനെ തകൈച്ചിക്ക് മുന്നിലുള്ള വഴികൾ എളുപ്പമല്ല. എന്നാൽ അവർ വിജയിക്കുന്നുവെങ്കിൽ അത് ജപ്പാനിലെ സ്ത്രീകൾക്കും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.